നമസ്കാരം. നമ്മൾ രാവിലെ പൂരി ഉണ്ടാക്കുക. പൂരിയും കടല വെന്തു, ഇനിയും പൂരി ഒന്ന് ഉണ്ടാക്കണം. അപ്പം നമുക്ക് പൂരി ഉണ്ടാക്കി തുടങ്ങിയാലോ? അപ്പം ഇന്ന് നമുക്ക് പൂരി നമ്മൾ ഉണ്ടാക്കാൻ പോകും. നമുക്കിന്ന് നമ്മുടെ നാത്തൂന് ഹോസ്പിറ്റലിൽ കിടക്കുന്നു. അപ്പോൾ അവർക്ക് രാവിലത്തെ കാപ്പി കൊണ്ടു കൊടുക്കാനാണ് നമ്മൾ പൂരി കടലയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് പൂരി 10-12 ഉണ്ടാക്കാമല്ലോ എന്ന് ശരി. ബാക്കി കടല വെന്തിരിപ്പുണ്ട്. അപ്പം ഞാൻ ഈ പൂരിയെല്ലാം ഒന്ന് കുഴച്ചെടുക്കാം, പരത്തിയെടുക്കട്ടെ ഈ പൂരിയെല്ലാം. ഇപ്പം നമ്മുടെ പൂരി നമ്മൾ ആദ്യം 2 ചുട്ടിടും. ഇച്ചിരി വലുതായിപ്പോയി. ഇനി നമുക്ക് ചെറുതായിട്ട് പൂരി ഉണ്ടാക്കാം. അപ്പം നമ്മുടെ പൂരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. രാവിലെ ഹോസ്പിറ്റലിൽ ഇന്ന് ദോശയും ഇഡ്ഡലിയാണ് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് വിചാരിച്ചു എന്നും ഒരു ആഹാരം തന്നെ മടുക്കും. നാട്ടിലങ്ങനെ എന്നും ഇഡ്ഡലിയും ദോശയും. അപ്പം നമ്മൾ വിചാരിച്ചു ഇന്ന് ഈ പൂരി കടല ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പം നാത്തൂനാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. കാല് വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കും. അപ്പം ഇവിടെ അടുത്ത ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുപോകാൻ പിന്നെ രാവിലെ ഇത് കൊടുത്തിട്ട് വന്നു. എനിക്കങ്ങ് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, അങ്ങ് വയ്യാഴിക ക്ഷീണവും. അപ്പം ബ്ലഡൊന്നും കൊണ്ടുപോയി നോക്കാമല്ലോ ഇനി അതിനും പോകണം. അപ്പോൾ അതിന് മുമ്പ് ഈ പൂരി അവർക്കൊന്നുണ്ടാക്കി അനിയൻ കൊടുത്തോളൂ. എല്ലാം കൊടുത്തിട്ട് വേണം ഇനി ഉണ്ടാക്കി. നമ്മൾ ചായ അനത്തി വെച്ചു, കടലയെല്ലാം റെഡിയായി. ഇനിയും പൂരിയും കൂടെ ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ ആശീർവാദിൻ്റെ പൊടിയാണ് മേടിച്ചത്, നല്ല അടിപൊളി പൊടിയാണ്. അത് വെച്ചാൽ ഇപ്പം പൂരി ഉണ്ടാക്കും. എല്ലാവരും അപ്പം നമ്മൾ കടലയെല്ലാം റെഡിയായിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പൂരി എല്ലാം റെഡിയായി. അപ്പോൾ ഇനിയും നമുക്കൊരു കാര്യം ചെയ്യാം, അതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് എടുക്കാം. പിന്നെ അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ഓക്കെ, ബൈ.